ജോസ്, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് വ്യവസായികളോ വ്യാപാരികളോ ഒക്കെ എടുക്കേണ്ട ഒരു തയ്യാറെടുപ്പിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തയ്യാറെടുപ്പുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് ഈ 2018-ലും 2019-ലും അല്ലെങ്കിൽ പലതവണ പലതരത്തിലുണ്ടായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം മലയോര മേഖലയിൽ വലിയ ആഘാതമുണ്ടായിട്ടുള്ള മേഖലയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഒന്നും തരാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. കോട്ടയം ജില്ലയുടെ കാര്യമെടുത്താൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുപോലും വെളുപ്പാങ്കാലത്ത് കൂട്ടിയാണ്. അപ്പോൾ അവര് അത്രേ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് ഞാൻ ഈ മുന്നറിയിപ്പിനെ പറ്റി മാത്രമല്ല ശ്രേബി ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നമ്മുടെ ചില തയ്യാറെടുപ്പുകൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന മണൽ മാറ്റുക, അല്ലെങ്കിൽ ആഴം കൂട്ടുക, നമുക്ക് എന്തൊക്കെ തരത്തിൽ ഒരു മഴക്കാലത്തിന് മുന്നോടിയായി അല്ലെങ്കിൽ ഒരു മൺസൂൺ സീസൺ എത്തും മുൻപേ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഓരോ വർഷവും ചെയ്യേണ്ടതാണ്, സ്ഥിരമായി ഉണ്ടാവേണ്ടതാണ്. അതിലൊന്നാണ് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകുക എന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാനത് പ്രാഥമികമായിട്ട് ഈ അറിയിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ പറഞ്ഞത് ഇതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇതിപ്പം ഈ മഴക്കാല പൂർവ്വ പരിപാടികൾ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അത് പള്ളവെട്ടും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, റോഡിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റോഡിൽ സീബ്ര ലൈൻ തെളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അതിലും അപ്പുറം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കും. പക്ഷെ അവർ ആരും ഇതിൽ മുൻകൈ എടുക്കുന്നില്ല. അത് മുൻ സർക്കാരായാലും ഇപ്പോഴത്തെ സർക്കാരായാലും ജനങ്ങൾക്ക് വേണ്ടി, അത് സർക്കാരിനെ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഈ മുന്നറിയിപ്പ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പം യുദ്ധ സാഹചര്യം ഉള്ളപ്പോൾ അവിടെ വലിയ സൈറനുകൾ മുഴക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കിയാൽ കുറെ ആളുകൾക്കെങ്കിലും പ്രയോജനപ്പെടും. അത്തരം കാര്യങ്ങളും ഈ മണൽ വാരുന്നത് അടക്കമുള്ള കാര്യങ്ങളും സർക്കാർ കേന്ദ്രീകരിച്ചാൽ, ഈ ആറുകൾക്കും തോടുകൾക്കും എല്ലാം വീതി വരുത്തിയാല്, ആഴം കൂട്ടിയാല് ഈ വെള്ളത്തിന്റെ ഈ ആളുകളുടെ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറുന്നതിന്റെ ഒരു തോത് കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക.